ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സഫ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി ഒരു എലഗൻറ്റ് ലുക്കിലുള്ള ഒരു ഹെയർ ബോ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. അതുപോലത്തെ ഫ്ലവർ ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. ഞാനിവിടെ കുറച്ച് ഫ്ലവർ ബീഡ്സ് എടുത്തിട്ടുണ്ട്, ഒരു ഗിയർ വയർ, പിന്നെ ചെറിയ ഗോൾഡൻ കളർ ബീഡ്സും ഒരു മെറ്റൽ ബോയും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗോൾഡൻ കളർ മെറ്റലാണ്. ഇത് നമുക്ക് കുറച്ച് നീളത്തിൽ ഗിയർ വയർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ഹെയർ ബോയിലൊന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ചുറ്റി കൊടുത്തിട്ട് ഒരു സൈഡിലൂടെ ഇതുപോലെ ഒരു ഫ്ലവർ ബീഡ്സും ഒരു ഗോൾഡൻ ബീഡ്സും ഇട്ട് കൊടുക്കുക. ഫ്ലവർ ബീഡ്സിൻ്റെ നടുവിലായിട്ട് കേട്ടോ ഗോൾഡൻ ബീഡ് വരിക. എന്നിട്ട് ആ ഗോൾഡൻ ബീഡ് ഒഴിവാക്കിയിട്ട് വീണ്ടും ഫ്ലവർ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ താഴേക്ക് നമ്മുടെ ഗിയർ വയർ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് നമ്മുടെ ഫ്ലവർ ഹെയർ ബോയിൽ ഫിക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഓരോ ഫ്ലവറും ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ഓരോ ഫ്ലവറും ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഹെയർ ബോയിൽ നന്നായിട്ട് ചുറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതുപോലെ മുഴുവൻ ഫ്ലവേഴ്സും ഞാൻ ഇതുപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള ഗിയർ വയർ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഹെയർ ബോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി സെക്യൂറായി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ ബീഡ്സിൻ്റെയൊക്കെ ഇടയിലൂടെ നമുക്ക് ഇതുപോലെ ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഒന്നും കൂടി സെക്യൂറായി കിട്ടും. ഈ ബീഡ്സൊന്നും ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമൊന്നുമില്ല. അപ്പോൾ നമുക്കതിനെ മുഴുവൻ ബീഡ്സിൻ്റെ ഇടയിലൂടെ ഇതുപോലെ ഒന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് ഒരു 24 hours വെയിറ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ മുഴുവൻ ബീഡ്സിൻ്റെ ഇടയിലൂടെ ഗമ്മൊക്കെ തേച്ച് ഉണക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു ഹെയർ ബോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമേ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും ബൈ.